നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ചാണ് കേട്ടോ. ഇന്നലെ ഒരു ഭക്ത വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് സ്ത്രീകൾ ചൊല്ലേണ്ടതായിട്ടുള്ളത്, അതേപോലെ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് പുലവാലായ്മയൊക്കെയുള്ള സമയത്ത് ചൊല്ലാനായിട്ട് പാടുണ്ടോ, ഒരു ദിവസം തന്നെ ഏതൊക്കെ സമയങ്ങളിൽ ചൊല്ലാം, എങ്ങനെ ഇരുന്നിട്ട് ചൊല്ലാം, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ, അതിൻ്റെ ഫലസിദ്ധി എന്താണ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വിശദമായിട്ട് വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് അത് ചൊല്ലേണ്ട രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ചാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം, ഭഗവതി അമ്മയുടെ, ഗണപതിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കഥ കൂടെയുണ്ട്. അതായത് ഈ വിഷ്ണു സഹസ്രനാമം തന്നെ ആദ്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആ ഒരു കഥാസന്ദർഭം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം വിശേഷപ്പെട്ട അലങ്കാരമായിരുന്നു. കാളിയമർദ്ദന നടനമാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്തെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ടുള്ള ഉണ്ണിക്കണ്ണനെയും ചാർത്തിയിട്ടുണ്ട്. നല്ല രസത്തിൽ തന്നെ കാളിയനെയും ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു. 2 ഒരേപോലത്തെ തെച്ചിപ്പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ 2 ഉണ്ടമാലകൾ. അതിൽ ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ 3 നിറങ്ങളുണ്ടായിരുന്നു. അത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുടെ ഇതളുണ്ട്. അതിങ്ങനെ ഓരോന്നിങ്ങനെ മാറി മാറിയിട്ടാണ് കോർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയിൽ താമരയും തുളസിയും കൂടിയിട്ടാണ് കേട്ടോ കോർത്തിട്ടുണ്ടായിരുന്നത്. അതിന് നടുക്കാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ കാളിയമർദ്ദനം നടനമാടുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള അലങ്കാരം ഉണ്ടായിരുന്നത്. നെറ്റിയിലൊരു ഗോപി തിലകവും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. കാതുകളിൽ വലിയ കാതുപൂക്കളുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള ചിരിയൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ചിരിക്കുന്നത്. എന്നാലും ആ ചിരിക്കും എന്തോ ഒരു പ്രത്യേക ഭാവമുള്ളതുപോലെ ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേകത ആ ചിരിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ എനിക്ക് മാത്രമായിട്ട് തോന്നിയതാണോ എന്നറിയില്ല. എന്നിരുന്നാലും എന്തോ ഒരു പ്രത്യേകത ആ ചിരിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാലയുണ്ട്, വേറെ 2 മാലകളുണ്ട്. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. വലത്തേ കയ്യിൽ ആ പൊന്നോടക്കുഴലുണ്ട്. എപ്പോഴും ഉണ്ടാവില്ലേ, കാളിയമർദ്ദനം ആടുന്ന സമയത്ത് വലത്തേ കയ്യിൽ മിക്കപ്പോഴും പൊന്നോടക്കുഴലുണ്ടായിരിക്കാം. ഇടത്തേ കയ്യിലാകട്ടെ കാളിയൻ്റെ ആ നീണ്ട വാലാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഒരു കുഞ്ഞു പട്ടുകോണകൊക്കെയാണ് കേട്ടോ ഇന്നലെ. എന്നിട്ട് 2 കുഞ്ഞി കാലുകളിലും കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കാളിയൻ്റെ ആ ശിരസ്സിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നത്. എന്തൊരു ഭാഗ്യല്ലേ, എന്തൊരു പുണ്യവാനാണല്ലേ കാളിയൻ. ഭഗവാന്റെ പാദങ്ങൾ തൻ്റെ ശിരസ്സിൽ അങ്ങനെ തട്ടാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം ഭഗവാൻ അനുഗ്രഹിച്ച് നൽകി. അതേപോലുള്ള ഭാഗ്യം നമുക്കും നൽകണേ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. നന്നായി ശിരസ് നമിച്ചുകൊണ്ട് ഭഗവാനെ തൊഴുത് നമസ്കരിച്ചോളൂ. എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ പോണത്. നല്ല സന്തോഷത്തിലായിരിക്കുന്നത്. കാരണം ഇന്ന് ഗണപതിക്ക് ശുദ്ധിയൊക്കെയാണ്. അതിൻ്റെ സന്തോഷത്തോട് കൂടിയിട്ടൊക്കെയാണ് ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു നല്ല കരിം ചുവപ്പ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു കേട്ടോ. നല്ല തിളക്കമൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഒരു ബ്രൗൺ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. കഴുത്തിൽ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു പാലക്കമാലയുണ്ട്, പിന്നെ വേറൊരു മാലയുണ്ട്. തുമ്പിയിൽ ഒരു കുഞ്ഞു പൊട്ട്, സ്വർണ്ണപ്പൊട്ട്, നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൊട്ട്. എന്നിട്ട് ഈ തെച്ചിപ്പൂവിൻ്റെ ഇതൾ കൊണ്ട് 3 ഇതൾ കൊണ്ട് ഒരു പ്രത്യേക അലങ്കാരം. പിന്നെ ഓരോ ഇതളുകൾ ഇങ്ങനെ ആ തുമ്പിയുടെ ആ ഒരു തുമ്പി മൊത്തം ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. കാതുകളിൽ പൊട്ടുകളൊന്നും വെച്ചിട്ടില്ല. ഗണപതിയുടെ വലിയൊരു കിരീടമാണ് ശിരസിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല ഗംഭീര ഭാവത്തിലൊക്കെ ഇരിക്കുന്ന ഗണപതിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചോളൂ. എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിലെ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ. നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാട്ടോ ഇന്നലത്തെ ഭഗവതി അമ്മയുടെ ആ പുഞ്ചിരിക്കും ഒരു പ്രത്യേകത തോന്നി. ഗുരുവായൂരപ്പൻ ഒരു പ്രത്യേക രീതിയിലാണ് എനിക്ക് ചിരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ചിരിക്കില്ലേ, ഒരു പാൽപുഞ്ചിരി, അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഭഗവതി അമ്മേനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. അത്രയും നല്ല സുന്ദരമായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ട് ഒരു പാൽപുഞ്ചിരി, നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവതി അമ്മേനെ കാണാനായിട്ട്. ചുവന്ന നിറത്തിലായിരുന്നു കേട്ടോ ഉടയാട ഉണ്ടായിരുന്നത്. ആ സ്വർണ്ണപ്പൂക്കൾ കൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള രീതിയിലാണ് മാല ഉണ്ടായിരുന്നത്. ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടാണ് അതിന് മുകളിൽ സ്വർണ്ണപ്പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഈ ഉടയാട ഉണ്ടല്ലോ ചുവന്ന നിറത്തില്, അതിൻ്റെ മുകളിലായിട്ട് ഒരു പട്ട പോലെ ഉണ്ട്, ഈ ലേസൊക്കെ തുന്നി പിടിപ്പിച്ചിട്ട്. അതിങ്ങനെ കുറച്ച് കയറ്റിയിട്ടത് കൊണ്ട് അതും ഒരു മാല പോലെയൊക്കെ നല്ല തിളക്കത്തിൽ തോന്നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഞാനത് മാലയെന്ന് വിചാരിച്ചേ, പിന്നെയാണ് അത് ഉടയാടയുടെ ഭാഗമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ കാതുകളിൽ കാതുപൂക്കൾ വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ നല്ല ചുവന്നിട്ടാണ് കേട്ടോ, ആ നല്ല രസത്തിലുള്ള ആ പുഞ്ചിരിയോട് കൂടിയിട്ട് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. നെറ്റിയിൽ സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ 2 സൈഡിലും സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ചന്ദനം കൊണ്ട് ചെറുതായിട്ടൊരു കിരീടം ചാർത്തിയിട്ട് അതിന് മുകളിലും ഒരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ടുണ്ട്. അതായത് നെറ്റിയിലുള്ള സ്വർണ്ണപ്പൊട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട്. അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഒരു പ്രത്യേക പുഞ്ചിരിയോടൊക്കെ കൂടിയിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു കേട്ടോ. നമ്മളെയൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷം അകലെ മുഖത്ത് കാണുന്നുണ്ടായിരിക്കുക. അത്രയും സന്തോഷവതിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമ്മൾ പോകുന്നത് അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ. കറുപ്പ് നിറത്തിലാണ് അയ്യപ്പൻ്റെ ഉടയാട ഉണ്ടായിരുന്നത്. അതിൽ നല്ല മയിൽപ്പീലിയുടെ ഡിസൈനിൽ സ്വർണ്ണ നിറത്തിൽ നല്ല പ്രിൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ നല്ല കരിഞ്ചുവപ്പ് നിറയിൽ അരയിലിങ്ങനെ പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് അയ്യപ്പന് ഉടയാട ഉണ്ടായിരുന്നത്. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. 2 യഥാർത്ഥ മാലകൾ, ഒരെണ്ണം സ്വർണ്ണപ്പൂക്കൾ കൊണ്ടാണ്. അത് കാതുകളിൽ 2 സ്വർണ്ണപ്പൂക്കളാണ്. അതിൻ്റെ ചുവടയിൽ നിന്ന് തുടങ്ങിയിട്ട് കഴുത്തിലും ഒരു മാല പോലെ ഇങ്ങനെ വന്നിരിക്കുക ആ സ്വർണ്ണപ്പൂക്കൾ കൊണ്ട്. അങ്ങനെയാണ് മാല ഉണ്ടായിരുന്നത്, കാതുപൂക്കൾ ഉണ്ടായിരുന്നത്. പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ വലിയ കിരീടം, ആദ്യം ഒരു ചുവന്ന നിറത്തിൽ പട്ട് വെച്ചിട്ട് അതിന് മുകളിലാണ് കേട്ടോ കിരീടം ചൂടിയിരിക്കുന്നത്. ചുണ്ട് ചുവപ്പിച്ചിട്ടൊന്നുമില്ല. കുറച്ച് പ്രായമായ പോലെ തന്നെ ഇന്നലെയും തോന്നിയിട്ടുണ്ടായിരുന്നു. നന്നേ മുതുമുത്തശ്ശനൊന്നും അല്ല കേട്ടോ, എന്നാലും കുറച്ച് പ്രായമായ പോലെയായിരുന്നു അയ്യപ്പൻ്റെ മുഖം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് അയ്യപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപവും നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് ഉപദേശിച്ചു കൊടുക്കുന്ന ആ ഒരു കഥാസന്ദർഭത്തെക്കുറിച്ച് പറയാം. യുധിഷ്ഠിരൻ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധത്തിൽ വിജയിച്ചിട്ട് പാണ്ഡവരുടെ ജ്യേഷ്ഠൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ആരെയും തോൽപ്പിക്കാനായിട്ടില്ല. അജാത ശത്രു, അതായത് ഇനി ശത്രുക്കൾ ആരും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ജനിച്ചിട്ട് വേണം, ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും കൂടെ അഭിഷേകമൊക്കെ ചെയ്തിട്ട് രാജാവാക്കി ഇരുത്തി യുധിഷ്ഠിരനെ. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ യുധിഷ്ഠിരന് വലിയ സങ്കടം, ഒരു സ്വൈര്യമില്ലാത്തൊരു അവസ്ഥ. എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക, താൻ കാരണമാണല്ലോ യുദ്ധം ഉണ്ടായത്, അല്ലെങ്കിൽ യുദ്ധത്തിൽ കുറേ പേര് മരണപ്പെട്ടുല്ലോ, കുറേ അമ്മമാർക്ക് തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, കുറേ പത്നിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, കുറേ കുട്ടികൾക്ക് അവരുടെ അച്ഛന്മാരെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതെല്ലാം താൻ കാരണമാണല്ലോ, അങ്ങനെയുള്ള ചിന്തയൊക്കെ വന്നു. യാതൊരുവിധ സമാധാനവും ലഭിക്കണില്ല. അങ്ങനെ പലരും ഉപദേശിക്കുന്നുണ്ട്, ഭഗവാനും ഉപദേശിക്കുന്നുണ്ട്. താൻ കാരണമൊന്നും അല്ലല്ലോ, അതൊക്കെ അങ്ങനെ ഉണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും യുധിഷ്ഠിരനെ അതിലൊന്നും ഒരു തൃപ്തി വരുന്നില്ല, ഒരു സമാധാനം കിട്ടണില്ല, ഒരു സുഖം മനസ്സിന് ലഭിക്കണ്ടേ. അപ്പൊ പിന്നെയും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്. അവരിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് വരും. പഠിച്ചു വന്ന കാര്യങ്ങൾ അവർ വീട്ടിലിരുന്നിട്ട് അവർ സ്വയം പഠിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റൊക്കെ കാണുകയാണെങ്കിൽ ഇപ്പം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ജ്യേഷ്ഠനോ ആരെങ്കിലുമൊക്കെ അവരെ സഹായിക്കാനായിട്ട് ഉണ്ട്, ഇതിങ്ങനെയല്ല, ഇതിങ്ങനെ തിരുത്തി പറയണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് ആ ടീച്ചർ വന്നിട്ടാണ് പറയണമെന്ന് വെച്ചാൽ അവരൊക്കെ. അപ്പൊ ചില ആളുകൾ പറഞ്ഞാൽ മാത്രമേ ചിലർക്ക് മനസ്സിലാവുള്ളൂ. ഭഗവാൻ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ അങ്ങനെയാണ്, ഭഗവാൻ പറഞ്ഞൊന്നും നമുക്ക് മനസ്സിലാകാറില്ല അല്ലെ, നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല. അതേപോലെ യുധിഷ്ഠിരനും മനസ്സിലായില്ല. അപ്പൊ പിന്നെ എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് സങ്കടങ്ങളൊക്കെ മാറ്റണ്ടേ. അങ്ങനെ ഭഗവാൻ ഭീഷ്മ പിതാമഹന്റെ അടുത്ത് കൊണ്ടുപോകുകയാണ്. കാരണം യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ അനിയനാണ്, അർജുനന്റെ കൊപ്പാണ്. അപ്പോൾ അനിയൻ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആള് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടാക്കാത്തവരുണ്ട്. അങ്ങനെ ഭീഷ്മ പിതാമഹന്റെ അടുത്ത് പോകുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്തോ കാര്യമായിട്ട് പറയാനായിട്ടാണ് പോണതെന്നൊക്കെ. അങ്ങനെ ആകാശത്ത് മഹർഷിമാരും ദേവന്മാരും ഒക്കെ കാഴ്ചകൾ കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭീഷ്മരാണെങ്കിലും ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസം ശരശയ്യയിലാണ്. തീരെ നല്ല പ്രായമായിരിക്കുന്നു അദ്ദേഹത്തിന്. ഈ മഹാഭാരത യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് 484 വയസ്സൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കണത് കേട്ടോ. അപ്പം അത്രയും പ്രായമുണ്ട്. കാരണം ഇദ്ദേഹം ആണെങ്കിലും സ്വച്ഛിന്ത മൃത്യു, അതായത് അദ്ദേഹം ചിന്തിക്കുന്ന ആ സമയത്ത് മാത്രമേ അദ്ദേഹത്തിന് മരണം ഉണ്ടാവുള്ളൂ. അതാണ് ഇത്രയും പ്രായമായിട്ട് ഇപ്പോഴും അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അത്രയും വയ്യാതെയാണ് കിടക്കുന്നതെങ്കിൽ കൂടെ
ഭഗവാൻ വന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയാണ്. കാരണം യുധിഷ്ഠിരന്റെ സങ്കടങ്ങളൊന്നും മാറിയിട്ടില്ല, അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ്, എന്തെങ്കിലുമൊക്കെ വഴി കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ഈ ഭഗവാൻ വന്നിട്ട് ഭീഷ്മരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഭീഷ്മരെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ യുധിഷ്ഠിരനെ. അങ്ങനെ എല്ലാത്തരം ധർമ്മങ്ങളും ഭീഷ്മര് ഈ യുധിഷ്ഠിരനെ പറഞ്ഞു കൊടുക്കുകയാണ്. രാജധർമ്മങ്ങൾ, സ്ത്രീധർമ്മങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പാഞ്ചാലിയൊക്കെ ഉണ്ടേ. അപ്പോൾ സ്ത്രീധർമ്മം പറയുമ്പോൾ പാഞ്ചാലി ഒന്ന് ചിരിച്ചു. അതായത് സ്ത്രീകളെ സംരക്ഷിക്കണം, അവരെ അപമാനിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിരിച്ചതിൻ്റെ അർത്ഥവും ഭീഷ്മർക്ക് മനസ്സിലായി. അതായത് തന്നെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഈ മുത്തച്ഛൻ എവിടെയായിരുന്നു, അതാണ് പാഞ്ചാലി ഉദ്ദേശിച്ചതേ. അത് ഭീഷ്മർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഭീഷ്മർ അതും പറയുന്നുണ്ട്. അതായത് ആ ഒരു സമയത്ത് ഞാൻ ദുര്യോധനന്റെ ഊണാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഗുണം എനിക്ക് ലഭിച്ചു. ദുര്യോധനന്റെ നമ്മൾ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ ഭാവം കൂടെ നമുക്ക് ലഭിക്കുന്ന പറയുക. അതാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പറയണത്. ഈ വ്രതം എടുക്കുന്നതിന്റെ പ്രാധാന്യവും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും ചെയ്യാൻ സഹായിക്കാതെ ഇരിക്കാനായിട്ട് തോന്നിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഈ ധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചിട്ടും യുധിഷ്ഠിരനൊരു സമാധാനമൊന്നും കിട്ടണില്ല. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് വിഷ്ണു സഹസ്രനാമം അത് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അത് ദിവസവും ചൊല്ലിക്കോളൂ, നിത്യേന ചൊല്ലിക്കോളൂ. ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറും, എന്നിട്ട് സമാധാനം വരും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭീഷ്മര്. അങ്ങനെ വിശ്വം വിഷ്ണവ ഷഡ്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്നുള്ള ആ ഒരു വിഷ്ണു സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഭീഷ്മരുടെ കാലത്തുള്ളതല്ല. ഭീഷ്മർക്ക് ഉപദേശിച്ചു കൊടുത്തത് സനകാദികളാണ്. അവർക്ക് ഉപദേശിച്ചു കൊടുത്തത് ബ്രഹ്മാവാണ്. അപ്പോൾ ആ കാലം മുതലുള്ള ആ ഒരു സഹസ്രനാമമാണ്. ഇത് തന്നെ ചൊല്ലണം എന്നാണ് പറയണത്. വേറെ പുരാണങ്ങളിൽ പലതരത്തിലുള്ള സഹസ്രനാമങ്ങളുണ്ട്. അതല്ല, വിശ്വം വിഷ്ണവ ഷഡ്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു, അത് തന്നെ ചൊല്ലണം എന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ ചൊല്ലിക്കൊടുത്തപ്പോൾ ഈ യുധിഷ്ഠിരനെ കുറച്ച് സമാധാനമൊക്കെ കിട്ടി, കുറേ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടി. അതിനുശേഷം ഭീഷ്മരെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. വലിയൊരു സ്തുതിയാണ്. തൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി വന്ന ഭഗവാനെയാണ് അവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്ന ഭീഷ്മരും സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ അവസാന ഭാഗത്ത് പറയണത്, രഥാംഗപാണി രക്ഷോഭ്യ സർവപ്രഹരണായുധാന്ന്. അതായത് ഈ അർജുനനെ അമ്പ ചെയ്തിട്ട് അർജുനൻ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്നുള്ള ഒരു ഘട്ടമെത്തിയപ്പോൾ ഭഗവാൻ ഓടിച്ചാടിയിട്ടാണ് വരുന്നത്. ആ ഉത്തരിയൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ട് വരുന്ന വഴിക്ക് ആ തകർന്ന രഥത്തിന്റെ ഒരു ചക്രമൊക്കെ എടുത്തിട്ട് ചക്രായുധമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭീഷ്മരുടെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കുക. അപ്പോൾ ഭീഷ്മരാണെങ്കിൽ അവിടെ ഇപ്പൊ ഭഗവാൻ കൊന്നോട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുക. കാരണം ഭഗവാനാൽ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കും. അപ്പോഴാണ് അർജുനൻ ഓടി വന്നിട്ട് എന്താ കൃഷ്ണായി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കുന്നത്. അപ്പോഴാണ് ഭഗവാനും എന്തായി ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചക്രമൊക്കെ താഴെട്ടിട്ട് പിന്തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഭീഷ്മരാകട്ടെ അവിടെ സന്തോഷത്തോട് കൂടി ചിരിക്കുകയാണ്. കാരണം ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ആയുധം എടുപ്പിക്കും എന്നുള്ളത്. ഭഗവാനാണെങ്കിലും ആയുധം എടുക്കില്ല എന്നാ പറഞ്ഞേ. അപ്പൊ തൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവാനെ ആയുധം എടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് സ്തുതിക്കുന്നത്. അത് ആർക്കും മനസ്സിലായില്ലല്ലോ, എനിക്ക് മാത്രമാണല്ലോ അത് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗംഭീര സ്തുതിയൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഭീഷ്മര് ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുകയാണ്. മോക്ഷം ലഭിച്ചു ഭീഷ്മർക്ക്. ഭീഷ്മരുടെ ആ അന്ത്യോപചാര കർമ്മങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ നടത്തി. അതിനുശേഷം യുധിഷ്ഠിരനെ കുറച്ച് സമാധാനമൊക്കെ കിട്ടി, ഒരു സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടി ഈ ഒരു വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ. അപ്പോൾ അതാണ് ആ സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്ത ആ ഒരു കഥാസന്ദർഭം. അപ്പോൾ അന്ന് യുധിഷ്ഠിരനെ ഉപദേശിച്ചു കൊടുത്ത അതേ സഹസ്രനാമമാണ് നമ്മളും ചൊല്ലണത്. ഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള അത് തന്നെ. അപ്പോൾ ആ ഒരു സഹസ്രനാമത്തിനെ മാലാനാമങ്ങൾ എന്നാണ് പറയുക. അതായത് അതൊരു മാല പോലെ ഇങ്ങനെ ചൊല്ലണം, ഒരു പദ്യം പോലെ. ഇടയ്ക്ക് വെച്ച് മുറിക്കാനും അല്ലെങ്കിൽ നിർത്താനും ഒന്നും പാടില്ല. അപ്പം അത്രയും ഇങ്ങനെ രസകരമായിട്ടൊരു പദ്യം എങ്ങനെയാണോ ചൊല്ലുക അതേപോലെ അത് ചൊല്ലി വരണം എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് പറയണം, തെറ്റുകൂടാതെ പറയണം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓരോ മുറിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അറിഞ്ഞിട്ട് കൃത്യമായിട്ട് അവിടെ മുറിക്കാം, അല്ലെങ്കിൽ അർത്ഥം മാറി പോകുന്നൊക്കെയാണ് പറയുക. അപ്പം അറിയുമെങ്കിൽ മാത്രമേ ചൊല്ലാവുള്ളൂ. അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അർത്ഥം അറിയുക എന്നതിലുള്ള ഉപരി അത് ചൊല്ലാനായിട്ട് അറിഞ്ഞിരിക്കണം. അക്ഷരങ്ങൾ കൃത്യമായിട്ട് നമ്മളത് പറയുക, അതേപോലെ തന്നെ മുറിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് മുറിക്കുക. പിന്നെ ചൊല്ലിത്തുടങ്ങിയാൽ മാലാനാമങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ചൊല്ലിത്തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് ചൊല്ലി അവസാനിപ്പിച്ചിട്ടേ നമ്മൾ എണീക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കാൻ വന്നു, അപ്പോൾ അത് നിന്ന് പോയില്ലേ, അപ്പോൾ പിന്നെ അവിടെ നിന്ന് തുടങ്ങരുത്, പിന്നെ ആദ്യം മുതൽ തുടങ്ങുന്ന പറയാം.
അതാണ് ഈ മാലാനാമങ്ങളുടെ പ്രത്യേകത. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നത് വരെ നമ്മൾ ഇരുന്ന് ചൊല്ലണം. ഇടയ്ക്ക് വെച്ച് മുറിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് എറിഞ്ഞിട്ട് പോകാനായിട്ട് പാടില്ല. മുഴുവനായിട്ട് ചൊല്ലിയിട്ട് വേണം നമ്മളത് അവസാനിപ്പിക്കാനായിട്ട് കേട്ടോ. പിന്നെ സ്ത്രീകൾ ചൊല്ലുന്ന സമയത്ത് ഓംകാരം ചേർത്ത് ചൊല്ലരുതെന്ന് പറയാറുണ്ട് കേട്ടോ. അതായത് ഓം വിശ്വസേ നമഃ, ഓം വിഷ്ണവേ നമഃ, അതൊന്നും ചൊല്ലരുതെന്ന് പറയും. സ്ത്രീകൾ ഓംകാരം ചേർത്ത് ചൊല്ലരുതെന്ന്. സാധാരണ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ചൊല്ലുക. പുരുഷന്മാര്, ബ്രാഹ്മണര്, പൂണൂലിട്ടവര് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്ന സമയത്താണ് അത് ചൊല്ലുക. പുരുഷന്മാർക്ക് ചൊല്ലാട്ടോ. ഇപ്പോൾ പുഷ്പാഞ്ജലിയുടെ സമയത്ത് ആ ആചാര്യൻ സ്ത്രീകളുടെ അടുത്ത് നമ്മുടെ അടുത്ത് പറയുകയാണ് അത് ചൊല്ലിക്കോളൂ എന്നുള്ളത്, അപ്പം നമുക്ക് ചൊല്ലാം. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് അങ്ങനെ ഓം ചേർത്തിട്ട് ചൊല്ലരുതെന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. പിന്നെ ഏത് ഭാഗം മുതൽ ഏത് ഭാഗം വരെ സ്ത്രീകൾക്ക് ചൊല്ലാം അതും കൂടെ നമുക്കൊന്ന് നോക്കാം. സാധാരണ വിശ്വം വിഷ്ണവ ഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു, അവിടെ മുതൽ യഥാംഗവാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ, ആ ഭാഗം വരെയാണ്, അതായത് അവസാനിക്കുന്ന ആ ഒരു ഭാഗം വരെയാണ് ചൊല്ലാറുള്ളത്. അതിന് മുന്നേ വരണതൊക്കെ പീഡിക എന്നൊക്കെ പറയാൻ മുന്നത്തെ കാര്യങ്ങളൊക്കെ പറയണത്. പിന്നെ ധ്യാന ശ്ലോകം ഉണ്ട്, ശാന്താകാരം ഭുജഗശയനം, അത് ചൊല്ലാട്ടോ. അത് നമുക്ക് ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സഹസ്രനാമം ചൊല്ലാം. പിന്നെയാണ് അതിൻ്റെ ഫലശ്രുതിയൊക്കെ പറയുന്നത്. അത് ചൊല്ലുന്നതിൽ വിരോധമൊന്നുമില്ല കേട്ടോ, അതും ചൊല്ലാവുന്നതാണ്. രമാരമേ മനോരമേ, ആ ഒരു ഭാഗം അത് പാർവതി ദേവി മഹാദേവന്റെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ചൊല്ലേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ ചൊല്ലാനായിട്ട് സമയം കിട്ടിയില്ലെങ്കിലും രാമ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്, അത് മാത്രം ചൊല്ലിയാൽ മതിയെന്ന്, അത്രയും ഒരു ഫലശ്രുതി അതിനുണ്ടെന്നാണ്. ആ ഒരു വാക്കിന് പോലും അത്രയേറെ പ്രാധാന്യം, ആ ഒരു മഹത്വം ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഈ ഭാഗമാണ്, അതായത് വിശ്വം വിഷ്ണവ ഷട്കാരോ മുതൽ യഥാംഗപാണി, ആ ഒരു ഭാഗം വരെയാണ് സാധാരണയായിട്ട് ചൊല്ലാറുള്ളത് കേട്ടോ. അതിൻ്റെ കൂടെ ധ്യാന ശ്ലോകമായിട്ടുള്ള ശാന്താകാരം ഭുജഗശയനം, ആ ഭാഗവും ചൊല്ലാം. പിന്നെ വിരോധം ഇല്ലാത്ത, ഇത് ചൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫലശ്രുതിയുടെ ഭാഗം കൂടെ ചൊല്ലാവുന്നതാണ്. പിന്നെ ചൊല്ലുന്ന സമയത്ത്, ചൊല്ലാനായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. പിന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാനായിട്ട് ഇരിക്കുന്ന സമയത്ത് വെറുനിലത്ത് ഇരിക്കരുതെന്ന് പറയാറുണ്ട്. നമ്മൾ നിലവിളക്ക് വെറുനിലത്ത് വെക്കാറില്ലല്ലോ, അതേപോലെ തന്നെ ഒന്നുകിൽ ഒരു പായയോ അല്ലെങ്കിൽ ഒരു തടുക്കോ അതൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചമ്രം പഴഞ്ഞിട്ട് ഇരുന്നിട്ടൊക്കെയാണ് ചൊല്ലാറുള്ളത്, അത് സാധിക്കാത്തവരുണ്ടായിരിക്കും, മുട്ടുമടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, അപ്പോൾ അവർക്ക് കാലം നീട്ടിയിരുന്നിട്ട് ചൊല്ലാം. ഇനി താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കസാരയിൽ ഇരുന്നിട്ടും ചൊല്ലാം. അതൊന്നും വിരോധമല്ല കേട്ടോ, നമ്മൾ ഇത് ചൊല്ലുക എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യം. പിന്നെ അശുദ്ധി സമയത്ത്, പുലാവാലായ്മ ഒക്കെയുള്ള സമയത്ത് വിഷ്ണു സഹസ്രനാമം ചൊല്ലാനായിട്ട് പാടില്ല. വിഷ്ണു സഹസ്രനാമം എന്ന് മാത്രമല്ല കേട്ടോ, ഒരു സഹസ്രനാമം ആ ഒരു സമയത്ത് ചൊല്ലാനായിട്ട് പാടില്ല. പക്ഷേ സാധാരണ നാരായണ നാമം അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ, രാമരാമം അല്ലെങ്കിൽ ശിവശിവ ഇതൊക്കെ ചൊല്ലാം. ഇതൊന്നും ചൊല്ലുന്നതിൽ വിരോധമില്ല. പക്ഷെ സഹസ്രനാമങ്ങൾ പുലയും വാലായ്മയും അശുദ്ധി എന്നുള്ള സമയത്ത് ചൊല്ലാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ 2 നേരമായിട്ട് ചൊല്ലുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതിരാവിലെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിരുന്നു, വിളക്ക് കൊളുത്താനായിട്ട് സാധിക്കില്ലെങ്കിലും വിരോധമില്ല, കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ചൊല്ലാനായിട്ട് ഇരിക്കാം. അതേപോലെ തന്നെ വൈകുന്നേരവും നമ്മളിപ്പോൾ വൈകിട്ട് മേലൊക്കെ കഴുകിയിട്ട് വിളക്കൊക്കെ കൊളുത്തുമല്ലോ, ആ ഒരു സമയത്തും ചൊല്ലാനായിട്ടിരിക്കാം. ഇപ്പോൾ 2 നേരങ്ങളിലായിട്ടാണ് ചൊല്ലുന്നവരെങ്കിൽ ഈ 2 സമയം ഉപയോഗിക്കാം കേട്ടോ. ഇനി അത് കൂടാതെ ഒന്നിൽ കൂടുതൽ തവണ, ഒരു 10ഓ 15ഓ തവണയൊക്കെ ചൊല്ലുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ശുദ്ധിയോട് കൂടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന, ഇപ്പം എങ്ങനെയാണോ അവർക്ക് സൗകര്യം, ആ ഒരു സൗകര്യത്തിനനുസരിച്ചുള്ള സമയങ്ങളിൽ ചൊല്ലാവുന്നതാണ്. അത് കൂടാതെ 2 നേരങ്ങളിലാണ് ചൊല്ലുന്നതെങ്കിൽ ഒന്നുകിൽ രാവിലെയും വൈകിട്ടുമായിട്ടുള്ള ആ ഒരു 2 സമയത്ത് ചൊല്ലാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ്, മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ചൊല്ലാനായിട്ട് പാടുണ്ടോ എന്നുള്ളത്. ഇല്ല എന്നാണ് കേട്ടോ ഉത്തരം. നമുക്ക് സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്താണ് അത്രയും ശുദ്ധിയോട് കൂടിയിട്ട് ചൊല്ലേണ്ട ഒന്നാണ് വിഷ്ണു സഹസ്രനാമം. പിന്നെ ഇതിൻ്റെ ഫലസിദ്ധി പറയുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഏറ്റവും ആദ്യം നമുക്കുള്ളത് ഭഗവാനിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. അതായത് ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകും. നമുക്ക് സമാധാനം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, സമ്പത്ത് ഉണ്ടാകും. പലതരത്തിലുള്ള ഭയങ്ങൾ, അതായത് പേടികളൊക്കെ ഉണ്ടാകുമല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന സമയത്തുള്ള ആ ഒരു പേടി. അതേപോലെ കുട്ടികളിൽ തന്നെ പരീക്ഷാ പേടിയൊക്കെ ഉണ്ടാകും. അവർക്ക് അതേപോലെ തന്നെ ബുദ്ധിവികാസത്തിന് അങ്ങനെയുള്ള പേടികളൊക്കെ മറന്നിട്ട് നന്നായി പഠിക്കാനായിട്ട് സാധിക്കും. രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ആ ഒരു മാറ്റത്തിന്, ഗ്രഹദോഷങ്ങൾ മാറാനായിട്ട്, ഇപ്പോൾ വ്യാഴമൊക്കെ പ്രതികൂല സ്ഥാനത്തൊക്കെ നിൽക്കുന്നെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദോഷമൊക്കെ മാറാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് മാറിക്കിട്ടുന്നതാണ് പറയുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ. ഒപ്പം തന്നെ സന്താനങ്ങൾ കൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും, സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ടായിരിക്കും. അവർക്കൊക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അത്യുത്തമമാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ സാധിക്കുന്നവർ ദിവസേന ചൊല്ലിക്കോളൂ കേട്ടോ. അത്രയേറെ ഫലസിദ്ധിയാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്.
പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാനായിട്ടുണ്ട്. ഇന്നലെ 2,93,896 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളും. പിന്നെ ഇന്നത്തെ ഏകാദശി വിളക്ക് മാണിക്കത്ത് കുടുംബത്തിൻ്റെ വകയായിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ പനിയൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പനിയൊക്കെ മാറി, ജലദോഷം കുറച്ചുകൂടെ മാറാനായിട്ടുണ്ട്, ശബ്ദം കുറേയൊക്കെ നേരെയായിരിക്കുന്നു കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെയും കൂടെ ഫലമായിട്ടാണ് വളരെ വേഗം തന്നെ അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചും കൂടി മാറാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം, ആ ഒരു സന്തോഷം കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിക്കണം. ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ, അതേപോലെ തന്നെ ഭഗവാന്റെയും എല്ലാവരുടെയും ഭഗവതിയമ്മയുടെ എല്ലാ അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.